സോ നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന ടൂൾസ് ആൻഡ് ടെക്നിക്സിൽ ആദ്യത്തെ ടെക്നിക്ക് നമ്മൾ കണ്ടു എന്താണ് ഒബ്സർവേഷൻ മെത്തേഡ് ആണ്. ഇനി നെക്സ്റ്റ് ടെക്നിക്ക് വരുന്നതാണ് എന്ത് സെൽഫ് റിപ്പോർട്ടിംഗ്. സെൽഫ് റിപ്പോർട്ടിംഗ് എന്ന് പറഞ്ഞാൽ തന്നെ എന്താ തന്നെ വന്ന് റിപ്പോർട്ട് ചെയ്യുക അല്ലേ. സോ സെൽഫ് റിപ്പോർട്ടിംഗിന് ബെസ്റ്റ് എക്സാമ്പിൾസ് എന്തൊക്കെയാണ്? ക്വസ്റ്റ്യനേഴ്സ്, ഇന്റർവ്യൂസ്. അപ്പൊ അവിടെ എന്താ നമ്മൾ ചെയ്യുന്നത്? ഇപ്പൊ ക്വസ്റ്റ്യനേഴ്സ് ആണെങ്കിൽ നമുക്കൊരു സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ആ ക്വസ്റ്റ്യൻസിന് ഒരാൾ തന്നെ അതിനെ ആൻസർ ചെയ്യാന്നുള്ളതാണ്. ഇന്റർവ്യൂ ആണെങ്കിലോ 1 to 1 അല്ലെ, ഒരാൾ ക്വസ്റ്റ്യൻ ചോദിക്കുക, മറ്റേ എന്ത് ചെയ്യാണ്? ആൻസർ ചെയ്യാണ്. സോ അവിടെ ചെയ്യുന്ന എന്താണ്? ഒരാൾ തന്നെ പറ്റി സ്വന്തമായിട്ട് തന്നെ പറയാം. Okay, so self-report is any method that invokes asking a participant about their feelings, attitudes, beliefs and so on. അപ്പൊ നമ്മളിപ്പോ വൈവ ക്വസ്റ്റൻ ആണെങ്കിലും അതേപോലെ വൈവ കൈൻഡ് ഓഫ് നമുക്കുണ്ടല്ലോ അസസ്മെന്റ് അല്ലെ. അപ്പൊ വൈവയിൽ എന്താ ചെയ്യുന്നത്? ഇതേപോലെ തന്നെ നമ്മൾ ഒരു പാർട്ടിസിപ്പന്റിനോട് നമ്മളായിട്ട് ചോദിക്കുകയാണ്. ചോദിക്കുമ്പോൾ അവരെന്ത് ചെയ്യാണ്? സെൽഫ് ആയിട്ട് തന്നെ റിപ്പോർട്ട് ചെയ്യാണ്. സോ അതിൽ നമ്മൾ പറഞ്ഞ 2 മെത്തേഡ്സ് ആണ് എന്തൊക്കെ? ക്വസ്റ്റ്യനെയർ ആൻഡ് ഇന്റർവ്യൂ. ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പം യൂഷ്വലി അത് നമ്മൾ യൂസ് ചെയ്യുന്ന റിസർച്ചിനൊക്കെ ആയിരിക്കും, സർവേ, അങ്ങനത്തെ സ്റ്റാറ്റിസ്റ്റിക്കൽ സ്റ്റഡി അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴായിരിക്കും. അപ്പൊ അതിൽ എന്തുണ്ടാവും? ഒരു സെറ്റ് ഓഫ് ക്ലോസ് എൻഡഡ് അല്ലെങ്കിൽ ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻസ് കാണുമായിരിക്കും. ആ ക്വസ്റ്റ്യൻസിനെല്ലാം നമ്മൾ ആരാണോ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് അവരിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യും? ആൻസേഴ്സ് ചോദിക്കും. ആൻഡ് വാട്ട് ഇസ് ഇന്റർവ്യൂ? ഇന്റർവ്യൂ എന്ന് പറയുന്ന ഒരു കോൺവെർസേഷണൽ മെത്തേഡ് ആണ്. ഇറ്റ്സ് ലൈക്ക് വൈവ അല്ലെ. അപ്പൊ 1 to 1 കോൺവെർസേഷൻ ആണ് അവിടെ ഉണ്ടാവുന്നത്. സോ ദിസ് മെത്തേഡ് ഓഫ് അസസ്മെന്റ് ഇസ് നോൺ ആസ് വാട്ട്? സെൽഫ് റിപ്പോർട്ടിംഗ്. ഓക്കെ, നെക്സ്റ്റ് അടുത്തത് വരുന്നത് എന്താണ്? അനിഡോപ്റ്റർ റെക്കോർഡ്സ് ആണ്. ഓക്കെ, സോ അനിഡോപ്റ്റർ റെക്കോർഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? അനിഡോപ്റ്റർ എന്ന് പറയുന്നത് ഇതൊരു ഇൻഫോർമൽ മെത്തേഡ് ഓഫ് ടീച്ചിങ് ആണ് അല്ലെ. അപ്പം ഇൻഫോർമൽ മെത്തേഡ് ഓഫ് ടീച്ചിങ് എന്ന് പറയുമ്പോൾ ഒബ്സർവേഷൻ, അത് ഒരു എന്താ പറയാ, നമ്മളൊരു ഇൻഫോർമൽ രീതിയിൽ ടീച്ചർ ഒബ്സർവ് ചെയ്യുന്നതിന്റെ റിസൾട്ട് അവിടെ കൊടുക്കുന്നതിനെയാണ് അനിഡോപ്റ്റർ റെക്കോർഡ് എന്ന് പറയുന്നത്. അപ്പം ഇത് ഒരു ഇൻസിഡന്റിന്റെ ഡിസ്ക്രിപ്ഷനോ അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ഇൻസിഡന്റ് റിപ്പോർട്ടിങ്ങോ അങ്ങനെ എന്തെങ്കിലും ആവാം. അപ്പം അതായത് ഇൻഫോർമൽ എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്? ബൈ ചാൻസ് നമ്മൾ കാണുന്ന എന്തെങ്കിലും കാര്യങ്ങളായിരിക്കും അവിടെ നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ടാവുക അല്ലെ. അപ്പം അങ്ങനെ വരുമ്പം ഇതിന് 2 പാർട്ടുണ്ട്. ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ എന്താണോ കണ്ടത് അത് പ്രോപ്പർ ആയിട്ട് റിപ്പോർട്ട് ചെയ്യണം. രണ്ടാമത് അതിനൊരു ഇന്റർപ്രിട്ടേഷൻ കൊടുക്കണം. സോ ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് എന്താണ്? പല സിറ്റുവേഷനിൽ ആ കുട്ടിയുടെ ഡെവലപ്മെന്റ് അല്ലെങ്കിൽ കുട്ടിയുടെ ബിഹേവിയർ, കുട്ടിയുടെ ലേണിംഗ് എക്സ്പീരിയൻസ് എന്താണ് എന്നതൊക്കെ നമുക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ സാധിക്കും. സോ ദാറ്റ് ഈസ് അനിഡോപ്റ്റർ റെക്കോർഡ്. അനിഡോപ്റ്റർ റെക്കോർഡ് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. സോ ദിസ് ഇസ് എൻ എക്സാമ്പിൾ ഫോർ എൻ അനിഡോപ്റ്റർ റെക്കോർഡ്. അതിലെന്താ പറയുന്നത്? ഇങ്ങനത്തെ എന്താ പറയാ, ഒരു കുട്ടിയാണ് റോസ. ഓക്കെ, ആ കുട്ടി ഇന്ന ദിവസം ഇന്ന സമയത്ത് എന്താ ചെയ്തത് എന്നുള്ളത് അവിടെ നിന്ന് ഡിസ്ക്രൈബ് ചെയ്യാണ്. അപ്പൊ വെള്ളം കൊണ്ട് കളിക്കുകയായിരുന്നു. അപ്പൊ ആ കുട്ടി, അപ്പം അതിലെല്ലാ കാര്യങ്ങളും നമ്മൾ ഇൻക്ലൂഡ് ചെയ്യും. ചെറിയ ആ കുട്ടി തന്നെ പറയുന്ന കാര്യങ്ങളും ചെയ്യുന്ന കാര്യങ്ങളും അങ്ങനെ എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അതിൽ നിന്നൊരു കൺക്ലൂഷനിലേക്ക് വരുന്നത്. ഓക്കെ, സോ ദിസ് ഇസ് എൻ എക്സാമ്പിൾ ഫോർ ദാറ്റ്. അപ്പൊ അതിൽ എന്തൊക്കെയാണ് വേണ്ടത്? അതിലെന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യണം? ഡേറ്റ് ആൻഡ് ടൈം ഇൻക്ലൂഡ് ചെയ്യണം. അതേപോലെ സെറ്റിംഗ് എന്താണെന്ന് ഇൻക്ലൂഡ് ചെയ്യണം. ആരുടെയാണ് നമ്മൾ റെക്കോർഡ് ഉണ്ടാക്കുന്നത്, പിന്നെ ഇത് എന്ത് ആയിട്ടാണ് നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളത് നമ്മൾ അവിടെ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ടാവും. ഓക്കെ, അതേപോലെ യൂസ് ചെയ്യുന്ന കോൺവെർസേഷൻസും കാര്യങ്ങളും ഒക്കെ എക്സാക്ട്ലി നമ്മൾ അവിടെ എന്ത് ചെയ്യുന്നുണ്ടാവും? നോട്ട് ചെയ്യുന്നുണ്ടാവും. അപ്പം ഇതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ടാവും? അല്ല, ഇത് പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇത് നമ്മൾ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് എന്താണ് മാക്സിമം കാര്യങ്ങൾ നമുക്ക് നമ്മുടെ ഒബ്സർവേഷൻ നോട്ടിലോട്ട് ഇൻക്ലൂഡ് ചെയ്യാൻ സാധിക്കണം. അപ്പൊ നമ്മൾ ഒരു എന്താ പറയാ, ഞാൻ പറഞ്ഞു ഇൻഫോർമൽ ആയിരിക്കും അല്ലെ. ഇൻഫോർമൽ ആകുമ്പോൾ നമുക്ക് എന്ത് വേണം? ഓരോ കാര്യങ്ങളും ഓരോ ചെറിയ ഡീറ്റെയിൽസ് വരെ ഓർത്തിരിക്കാൻ, അല്ലെങ്കിൽ അങ്ങനെ ചെറിയൊരു നോട്ടിൽ കുറിച്ചിടുകയോ സ്റ്റിക്കി നോട്ട്സ് കൊണ്ട് യൂസ് ചെയ്യുക, അങ്ങനെ എന്തെങ്കിലും ചെയ്യേണ്ടി വരും. ഓൺലി ദെൻ, കാരണം ഇത് വളരെ എന്താണ് പ്രിസൈസ് ആയിട്ട് നമുക്ക് അതിന്റെ ഓരോ കാര്യങ്ങളും വേണ്ടിവരും. പിന്നെ ടെക്നോളജി ഒക്കെ നമുക്ക് യൂസ് ചെയ്യാം. അതേപോലെ ലാംഗ്വേജ് എന്തൊക്കെ കുഞ്ഞ് പറയുന്നത് അല്ലെങ്കിൽ കുഞ്ഞിന്റെ ഫേസിൽ എക്സ്പ്രഷൻ എന്താണോ അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമുക്ക് ഇവിടെ യൂസ് ചെയ്യാം. അപ്പൊ ഇതൊക്കെ കൂടെ കണ്ടിട്ടാണ്, അങ്ങനെ ഒരു അനിഡോപ്റ്റർ ഇതെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട് പ്രിപ്പയർ ചെയ്യുന്ന ഒരു അനിഡോപ്റ്റർ റെക്കോർഡാണ് നമുക്ക് അസസ്മെന്റിന് യൂസ് ചെയ്യാൻ സാധിക്കുക. ഓക്കെ, ഇനി അതിലിപ്പോ നമ്മൾ ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. ഫസ്റ്റ് എന്താണ്? ആ ഒരു ഇൻസ്ട്രക്ഷണൽ സെറ്റിംഗ് അല്ലെങ്കിൽ ആ ഒരു സെറ്റിംഗ് പ്രത്യേക സാഹചര്യത്തിൽ ആ കുട്ടിയെ നമ്മൾ ഒബ്സർവ് ചെയ്യാണ്. അതില് സ്റ്റാൻഡേർഡ്സ് ഏതൊക്കെയാണ്, എന്ത് ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ആ കുട്ടിയെ ഒബ്സർവ് ചെയ്യുന്നത്. ഇപ്പം വേറൊരാളെ ഹെൽപ്പ് ചെയ്യുന്നത് എങ്ങനെയാണ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു മനസ്ഥിതിയിൽ ആ കുട്ടി എന്തൊക്കെയാണ് പ്രവർത്തിക്കുന്നത്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളത് നമ്മുടെ മനസ്സിലെപ്പോഴും വേണം. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ അനിഡോപ്റ്റർ റെക്കോർഡും പ്രിപ്പയർ ചെയ്യുന്നതും അതേപോലെ പല റെക്കോർഡ്സ് ഉണ്ടെങ്കിൽ അതിന്റെ മാനേജ്മെന്റും പിന്നെ അതിന്റെ അനാലിസിസും നടത്തുന്നത്. സോ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ആ റെക്കോർഡ് പ്രിപ്പയർ ചെയ്യുന്നത്. പിന്നെ ഇതിന്റെ യൂസസ് എന്താണ്?
അതെന്ന് പറയുന്നത് എന്താണ്, റിയൽ ലൈഫ് സിറ്റുവേഷൻസിൽ അവരുടെ ഒരു പെർഫോമൻസ് ആണ് അല്ലെ. അപ്പൊ സ്പെസിഫിക് ആയിട്ടും എക്സാക്ട് ആയിട്ടുള്ള ഡിസ്ക്രിപ്ഷൻ പേഴ്സണാലിറ്റി അനലൈസ് ചെയ്യാനോ അല്ലെങ്കിൽ എന്താണ് ആ കുട്ടിയുടെ വിചാരം എന്ന് മനസ്സിലാക്കാനോ ഒക്കെ നമുക്ക് ഹെൽപ്ഫുൾ ആയിട്ട് വരും. പിന്നെ എന്താണ്, ഒരു ബിഹേവിയർ പല സിറ്റുവേഷൻസിൽ ആ കുട്ടി എങ്ങനെ റിയാക്ട് ചെയ്യാം, ആ കുട്ടിയുടെ മനസ്സിലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ നിന്ന് മനസ്സിലാക്കാം. അപ്പം ആ കുട്ടി എന്താണ് ടുവേർഡ്സ് പുവർ ഹെൽപ്പിംഗ് ആണോ അതോ അവിടുന്ന് മാറിപ്പോവാനാണോ താല്പര്യപ്പെടുന്നത്, അല്ലെങ്കിൽ ഒരാളിപ്പം ഒരു ഡിസ്ട്രെസ്സിലാണെങ്കിൽ ആ കുട്ടിക്ക് ഹെൽപ്പ് ചെയ്യാനുള്ള മനസ്ഥിതി ഉണ്ടോ ഇല്ലയോ, ഓക്കെ, അല്ലെങ്കിൽ കളിക്കുമ്പോൾ ആ കുട്ടിയുടെ ഒബ്സർവേഷൻ ഏത് തരത്തിലേക്കാണ് പോകുന്നത് എന്ന രീതിയിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഇൻക്ലൂഡ് ചെയ്യാം. അത് പിന്നെ ഇതെന്താണ്, ഒരു കണ്ടിന്യൂസ് റെക്കോർഡാണ്. അതേപോലെ സെൽഫ് അപ്രൈസലിന് നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങനത്തെ ഒരു ഡേറ്റ പ്യൂപ്പിളിനും പ്രൊവൈഡ് ചെയ്യാം. ഓക്കെ, ആൻഡ് ഇതിന്റെ എല്ലാം സമ്മറിയിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം, ആ കുട്ടിയുടെ ഒരു ആറ്റിറ്റ്യൂഡ്, ജനറൽ ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ ബിഹേവിയർ നമുക്ക് മനസ്സിലാക്കാം. അപ്പം ഒരു കുട്ടി വേറൊരു സ്കൂളിലേക്ക് മാറി പോകുമ്പോഴാണെങ്കിലും അതിന്റെ ആ കുട്ടിയുടെ ഒരു അനഡോക്ടൽ റെക്കോർഡ് ഉണ്ടെങ്കിൽ ടീച്ചേഴ്സിനോ സ്റ്റാഫ് മെമ്പേഴ്സിനോ ഒക്കെ ആ കുട്ടിയെ മനസ്സിലാക്കാൻ എന്തായിരിക്കും, കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. പക്ഷേ ഇത് കുറച്ചുകൂടെ റിലയബിലിറ്റി പ്രശ്നങ്ങൾ വരുന്നത് എന്താണ്, റിലയബിൾ ആവാൻ ചില സമയത്ത് അത് സാധിക്കില്ല. കാരണം ഓരോരുത്തരുടെയും സബ്ജക്റ്റീവ് ആയിട്ടുള്ള വ്യൂസ് ഒക്കെ അതിൽ വരുന്നുണ്ടാവും അല്ലെ. ടീച്ചേഴ്സിന്റെ ഒബ്സർവറിന്റെ ഒക്കെ സബ്ജക്റ്റീവ് വ്യൂസ് വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ അതേപോലെ ഒരു കുട്ടിയുടെ മാത്രം ഉണ്ടാക്കാൻ തന്നെ നമുക്ക് നല്ല സമയം വേണ്ടി വരും. സോ ഫോർ കൺസിഡറിങ് ആ ക്ലാസ് ആൻഡ് ഡോക്ടർ റെക്കോർഡ് എന്ന് പറയുന്നത് എന്താണ്, ടൈം കൺസ്യൂമിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഓക്കെ, സോ ദാറ്റ് ഈസ് എ ഡോക്ടർ റെക്കോർഡ്. ഇതിന്റെ അഡ്വാൻറ്റേജസ് ഡിസ്അഡ്വാൻറ്റേജസ് ഉണ്ട്. നമ്മളിപ്പോ പറഞ്ഞത് തന്നെയൊക്കെയാണ്. എന്തൊക്കെയാണ്, ലേണറിനെയും ടീച്ചറിനെയും ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നോളജ്, പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് എല്ലാത്തിനുമായിട്ടും. പിന്നെ എന്താണ്, ഇറ്റ് എനേബിൾസ് എ ടീച്ചർ ടു ഗെയിൻ ഡീപ് ഇൻസൈറ്റ് ഇൻ ടു ദ ഇൻസിഡൻസ് ഓഫ് ടോട്ടൽ ബിഹേവിയർ. അപ്പൊ മൊത്തമായിട്ടൊരു കുട്ടിയുടെ ബിഹേവിയർ ആണ് എന്റെ ഡോക്ടർ റെക്കോർഡിൽ നമ്മൾ അനലൈസ് ചെയ്യുന്നുണ്ടാവുക. പിന്നെ എന്താണ്, അതിന് സ്പെസിഫിക് ട്രെയിനിങ്ങും കാര്യങ്ങളൊന്നും വേണ്ട അല്ലെ, ഒബ്സർവേഷണൽ സ്കില്ല് മതി ടീച്ചറിന്റെ. അതിന് പിന്നെ എന്താണ്, അത് റൈറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ആ റെക്കോർഡ് ഉണ്ടാക്കാനുള്ള ഒരു സ്കില്ലേ അവിടെ നമുക്ക് യൂസ് ചെയ്യേണ്ടുള്ളൂ. പിന്നെ വരുന്ന എന്താണ്, ഡോക്ടർ റെക്കോർഡ്സ് ക്യാൻ കം ഇൻ ഹാൻഡി ബിക്കോസ് ഇറ്റ് മേക്സ് യൂസ് ഓഫ് ഫോർമേറ്റീവ് ഫീഡ്ബാക്ക്. അപ്പൊ ഇതെന്ന് പറയുന്നത് എന്തായിരിക്കും, ഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു ഫീഡ്ബാക്ക് നമുക്ക് കൊടുക്കാൻ പറ്റും അല്ലെ. ഇഫ് ഇൻ കേസ് യു നീഡ് ഇറ്റ്, നമുക്ക് എന്ത് ചെയ്യാം, അതിൽ നിന്ന് നമ്മൾ എന്താ പറയാ കണ്ട ഒബ്സർവേഷൻസിൽ നിന്ന് നമുക്ക് ആ കുട്ടിക്ക് ഒരു ഫോർമേറ്റീവ് ഫീഡ്ബാക്ക് കൊടുക്കാൻ കഴിയുന്നുണ്ടാവും. ഓക്കെ, അതേപോലെ ഡിസഡ്വാൻറ്റേജസ് ഉണ്ട്. എന്തൊക്കെയാ വരാ, അത് ടൈം കൺസ്യൂമിംഗ് ആണ്. പിന്നെ ടീച്ചറിനെ ബേസ് ചെയ്യും. പിന്നെ അത് ഹാൻഡ് ടു ഹാൻഡ് അല്ലെങ്കിൽ മെമ്മറി, ടീച്ചറിന്റെ മെമ്മറി എത്രമാത്രം ടീച്ചറിന് റീകോൾ ചെയ്യാൻ പറ്റുന്നുണ്ടോ അതിൽ ബേസ് ചെയ്യും. പിന്നെ എപ്പോഴും നമുക്ക് അങ്ങനെ കണ്ണടിച്ച് വിശ്വസിക്കാൻ പറ്റില്ല. ഓക്കെ, പിന്നെ അതേപോലെ പല കോണ്ടെക്സ്റ്റ്, ഇപ്പൊ നമുക്ക് എല്ലാ കോണ്ടെക്സ്റ്റും കിട്ടിക്കോണമെന്നില്ല. അപ്പൊ നമ്മൾ കിട്ടുന്ന കോണ്ടെക്സ്റ്റിൽ നിന്നാണ് ഈ ഡോക്ടർ റെക്കോർഡ് ഉണ്ടാക്കുന്നത്. അപ്പൊ ചിലപ്പോൾ അതിലൊരു ലിമിറ്റേഷൻസ് വരാനുള്ള സാഹചര്യം ഉണ്ട്. സോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഡോക്ടർ റെക്കോർഡിന്റെ ഡിസഡ്വാൻറ്റേജസ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നതാണ് ചെക്ക് ലിസ്റ്റ്. ചെക്ക് ലിസ്റ്റ് എന്ന് പറയുന്നത് നമ്മളെല്ലാം ഉണ്ടാക്കുന്ന അല്ലെ. ഇപ്പൊ ഒരു യാത്രയ്ക്ക് പോവുകയാണെങ്കിലും അല്ലെങ്കിൽ നമ്മളിപ്പോ എന്തെങ്കിലും എന്താ ഡോക്യുമെന്റ്സ് എടുത്തു വെക്കുമ്പോഴും ഒക്കെ നമ്മൾ എന്താ ചെയ്യുന്നത്, ഒരു ചെക്ക് ലിസ്റ്റ് ഉണ്ടാക്കും. എന്താ അതിന്റെ മെയിൻ പർപ്പസ്, നമ്മളൊന്നും മറന്നു പോവാതിരിക്കാനാണ് അല്ലെ. അപ്പൊ നമ്മളെല്ലാം ഇപ്പൊ ഏതൊരു യാത്രയ്ക്ക് പോയാലും നമ്മൾ കൊണ്ടുപോകുന്ന ഒരു സെറ്റ് ഓഫ് കാര്യങ്ങൾ ഉണ്ടാവുമായിരിക്കും അല്ലെ. അപ്പൊ അത് നമ്മൾ എവിടെയെങ്കിലും ഒരു ചെക്ക് ലിസ്റ്റ് ആയിട്ട് എഴുതി വെച്ച് കഴിഞ്ഞാൽ എപ്പോ പോയാലും നമ്മൾ എന്ത് ചെയ്യും, ഈ ചെക്ക് ലിസ്റ്റിൽ ടിക്ക് ചെയ്ത് ഇതെടുത്ത് വെച്ചു അങ്ങനെയല്ലേ നമ്മൾ ചെയ്യുന്നത്. സോ ഇത് തന്നെ നമുക്ക് എവിടെ യൂസ് ചെയ്യാം, അസസ്മെന്റിലും യൂസ് ചെയ്യാം. ഓക്കെ, അപ്പൊ അങ്ങനെ ഈ ചെക്ക് ലിസ്റ്റ് യൂസ് ചെയ്യുമ്പോൾ എന്താ അതിന്റെ ഗുണം, ഒന്നും മറന്നു പോകുന്ന മീൻസ് നമ്മുടെ ഒരു പൊട്ടൻഷ്യൽ ലിമിറ്റ്സ് ഓഫ് ഹ്യൂമൻ മെമ്മറി ഉണ്ടല്ലോ, അത് നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റും ചെക്ക് ലിസ്റ്റ് ഉണ്ടെങ്കിൽ. ഓക്കെ, സോ ഇത് പറയുന്നത് എന്താണ്, ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഓരോ കാര്യങ്ങളും ഇപ്പൊ നമ്മൾ ടു ഡു ലിസ്റ്റ് ഉണ്ടാക്കുമ്പോൾ എന്താ ചെയ്യുന്നത്, സിസ്റ്റമാറ്റിക് ആയിട്ട് ഇന്നത് കഴിഞ്ഞ് ഇന്നത് ഇതെല്ലാം ചെയ്ത് തീർക്കണം എന്ന രീതിയിലല്ലേ നമ്മൾ ചെയ്യുന്നത്. സോ ഒരു സിസ്റ്റമാറ്റിസൈസ്ഡ് ആയിട്ടുള്ള ഒരു ലിസ്റ്റിംഗ് ആണ് ഇതെന്ന് പറയുന്നത്. പിന്നെ എന്താണ്, അത് നമുക്ക് വേണമെങ്കിൽ ഈ ഒരു ജസ്റ്റ് ലിസ്റ്റിംഗിൽ നിന്നും കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് ചെയ്യാം. അപ്പൊ ഓരോ ഇതിനും എഗൻസ്റ്റ് ആയിട്ട് നമ്മൾ എങ്ങനെയാ ചെക്ക് ചെയ്യുന്ന പറഞ്ഞാൽ ഒരു ടിക്ക് ഇടുക അല്ലെ. അപ്പം അതുകൊണ്ട് തന്നെയാണ് അതിന് പറയുന്നത് എന്ത്, ചെക്ക് ലിസ്റ്റ് എന്ന്. ഇപ്പൊ ജോബ് ഇന്റർവ്യൂവിനൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് തരുന്നുണ്ടാവും, ഒരു ഷീറ്റ് തരുന്നുണ്ടാവും. അപ്പൊ ഈ ഒരു സർട്ടിഫിക്കറ്റ്സ് എല്ലാം സബ്മിറ്റ് ചെയ്തോ, 10th +2 പ്രൊഫഷണല് ഡിഗ്രി സർട്ടിഫിക്കറ്റ്സ് അങ്ങനെ ഓരോന്നും നമുക്ക് എന്ത് തരുന്നുണ്ടാവും, ചെക്ക് ലിസ്റ്റ് തരുന്നുണ്ടാവും. സോ ദിസ് ഇസ് ബേസിക്കലി വാട്ട് ചെക്ക് ലിസ്റ്റ് ഇസ് അബൌട്ട്. ഓക്കെ, ഇനി ഇങ്ങനെയായിരിക്കും ഒരു ചെക്ക് ലിസ്റ്റ്. ഇപ്പൊ ഒരു കമ്പനിയുടെ ചെക്ക് ലിസ്റ്റോ അങ്ങനെ എന്തെങ്കിലും നോക്കുകയാണെങ്കിൽ ദിസ് വിൽ ബി ദ ഫോർമാറ്റ്. അപ്പൊ അത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവും, ജോബ് നമ്മുടെ പേര്, ജോബിന്റെ ടൈറ്റിൽ എന്താണ്, ഏത് ഡേറ്റിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ എംപ്ലോയി സാറ്റിസ്ഫാക്ഷൻ നമുക്ക് നോക്കാൻ പറ്റും. അതേപോലെ ഇപ്പം നമ്മളെ അസസ് ചെയ്യുകയാണെങ്കിലും ഈ എംപ്ലോയിക്ക് ഇത്ര പബ്ലിക്കേഷൻ ഉണ്ടോ, അല്ലെങ്കിൽ എന്താ പറയാ ഇത്ര ക്ലാസ്സസ് എടുത്തിട്ടുണ്ടോ, കൂടുതൽ സ്റ്റുഡൻസ് ഫീഡ്ബാക്ക് ഓക്കെ ആണോ എന്ന രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, ചെക്ക് ലിസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യാം. ഓക്കെ, സോ ദിസ് ഇസ് എൻ എക്സാമ്പിൾ. പിന്നെ ഇതില് അഡ്വാൻറ്റേജസ് എന്താണ്, ഒരു ചെക്ക് ലിസ്റ്റ് ഉണ്ടെങ്കിൽ നമ്മൾ കാര്യങ്ങൾ മറന്നു പോകില്ല അല്ലെ. സോ ഇറ്റ് മേക്ക് ഷുവർ ദാറ്റ് ദ തിങ് ഇസ് ഡൺ ആൻഡ് ഓൾസോ ഇറ്റ് ഇസ് ഡൺ ഇൻ ദ റൈറ്റ് ഓർഡർ. പിന്നെ എന്താണ്, എല്ലാ റിക്വയർമെന്റ്സും നമുക്ക് മിസ് ചെയ്ത് പോവാതെ നമുക്ക് എന്ത് ചെയ്യാം, ചെക്ക് ലിസ്റ്റിലാവുമ്പോൾ നമുക്കത് ലിസ്റ്റ് ഔട്ട് ചെയ്യാൻ പറ്റും.
ഓക്കെ. പിന്നെ എന്താണ്, ചിലപ്പം പ്രശ്നങ്ങൾ എവിടെ വരാം, ദേ ക്യാൻ ഡ്രോ ഫോക്കസ് ടു ദ റോങ് തിങ്സ്, അല്ലെങ്കിൽ അത് ചിലപ്പോൾ ടൈം കൺസ്യൂമിംഗ് ആയിരിക്കും. പിന്നെ ചെക്ക് ലിസ്റ്റ് എന്ന് പറയുമ്പോൾ ജസ്റ്റ് അത് ഉണ്ടോ ഇല്ലയോ എന്ന് മാത്രമേ നമ്മൾ ചെക്ക് ചെയ്യുന്നുള്ളൂ. സോ ഇറ്റ് ഇസ് വാട്ട് ഓവർ സിംപ്ലിഫൈഡ് ആണ്, ഫ്ലെക്സിബിൾ അല്ല, അങ്ങനെയുള്ള കുറച്ച് പ്രശ്നങ്ങൾ ചെക്ക് ലിസ്റ്റിന് ഉണ്ടാവും. ഓക്കെ. ആൻഡ് ദ ലാസ്റ്റ് മെത്തേഡ് വിച്ച് വി ഹാവ് ടു ഡിസ്കസ് ഇസ് റേറ്റിംഗ് സ്കെയിൽ. റേറ്റിംഗ് സ്കെയിൽ എന്ന് പറഞ്ഞാൽ എന്താ, ഒരു ജഡ്ജ്മെന്റ് ആണ് അല്ലെ. ഇപ്പം എന്തെങ്കിലും ഒരു കാര്യത്തിന് ഇപ്പൊ നമ്മൾ ഒരാളെ റേറ്റ് ചെയ്യാന്ന് പറഞ്ഞു, റേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ, നമുക്ക് എത്രമാത്രം അത് ഇഷ്ടപ്പെട്ടു അല്ലെ, നമ്മളൊരു ജഡ്ജ്മെന്റ് കൊടുക്കാണ്. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, റേറ്റിംഗ് സ്കെയിൽ എന്ന് പറയുന്നത്. ദാറ്റ് ഇസ് എ മോഡിഫൈഡ് വേർഷൻ ഓഫ് ചെക്ക് ലിസ്റ്റ്. അപ്പൊ ഇവിടെ നമ്മൾ എന്താ കണ്ടുപിടിക്കാൻ നോക്കുന്നത്, എത്ര ആ പേഴ്സൺ ഈ ഒരു പെർട്ടിക്കുലർ കാര്യത്തിനോട് എഗ്രി ചെയ്യുന്നോ ഡിസഗ്രി ചെയ്യുന്നോ. അപ്പൊ നമ്മൾ റേറ്റിംഗ് സ്കെയിൽ പലപ്പോഴും റേറ്റിംഗ് ഒക്കെ പറയാറുണ്ട്, ടി വി ഷോസിന്റെ റേറ്റിംഗ്, ഫിലിംസിന്റെ റേറ്റിംഗ് അല്ലെ, 5 സ്റ്റാർ ഉണ്ട്, 7 സ്റ്റാർ ഉണ്ട് എന്നൊക്കെ പറയും. എന്താ പറഞ്ഞാൽ നമുക്ക് എന്തുമാത്രം ബാക്കി ആൾക്കാർക്ക് ഈ ഒരു സംഭവം, ഈ ഒരു തിങ് എങ്ങനെ ഇഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ നമുക്ക് പല റേറ്റിംഗ് സ്കെയിൽസും ഉണ്ട്. അതിൽ എന്താ 3 പോയിന്റ് ആയിട്ട്, അതായത് ഗുഡ്, ആവറേജ്, പുവർ എന്ന് മാത്രം കൊടുക്കുന്ന റേറ്റിംഗ് സ്കെയിൽ ഉണ്ട്. എന്നാൽ നമ്മൾ ചിലപ്പോൾ നമ്പേഴ്സിലായിട്ട് ഇടുന്ന അല്ലെ, 5 4 3 2 1, ഹൗ മച്ച് ഡു യു റേറ്റ്, ഹൗ മച്ച് ഡു യു മാർക്ക് എന്ന് പറഞ്ഞുള്ളത് കൊണ്ട്. സോ അങ്ങനെ പല റേറ്റിംഗ് സ്കെയിൽസും നമുക്കുണ്ട്. സോ അതിന് കുറച്ച് എക്സാമ്പിൾസ് ആണ് ഇവിടെ തന്നിരിക്കുന്നത്. ഓക്കെ, ദിസ് ഇസ് റേറ്റിംഗ് സ്കെയിലിന്റെ എക്സാമ്പിൾ ആണ്. ഇതിപ്പോ ഒരു ഹോട്ടലിൽ പോയിട്ട് അവിടെ തരുന്ന റേറ്റിംഗ് ഉണ്ടാവും അല്ലെ, നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണോ അല്ലയോ, സംവാട്ട് സാറ്റിസ്ഫൈഡ് ആണോ എന്ന രീതിയിലുള്ള റേറ്റിംഗ് സ്കെയിൽ. ദിസ് ആർ എക്സാമ്പിൾസ് ഫോർ റേറ്റിംഗ് സ്കെയിൽ. പിന്നെ ടൈപ്സ് ഓഫ് റേറ്റിംഗ് സ്കെയിൽ എന്താണ്, ഒന്ന് നമ്പേഴ്സ് ഇട്ട റേറ്റിംഗ് സ്കെയിൽ ഉണ്ട്. അതേപോലെ തന്നെ എന്താണ്, നമുക്ക് ഒരു എന്താ പറയുക ലാംഗ്വേജ് വെച്ചിട്ട് ഓക്കെ, ഗുഡ്, ആവറേജ്, പുവർ അല്ലെങ്കിൽ ഈക്വൽ, ബെറ്റർ, വേഴ്സ് എന്നുള്ളൊരു ഇത് കൊടുക്കാം. അല്ലെങ്കിൽ ഗ്രാഫിക്കൽ ആയിട്ടും വേണമെങ്കിൽ നമുക്ക് റേറ്റിംഗ് സ്കെയിൽസ് കൊടുക്കാം. സ്കോർ കാർഡ് കൊടുക്കാം അല്ലെ, സ്കോർ ചെയ്യാൻ പറഞ്ഞിട്ട് സ്കോർ കാർഡ് കൊടുക്കാം. പിന്നെ മാൻ ടു മാൻ റേറ്റിംഗ് ഉണ്ടാവാം. ഓക്കെ, മാൻ ടു മാൻ എന്ന് പറഞ്ഞാൽ എന്താണ്, റേറ്റഡ് ബൈ കമ്പയറിംഗ് വിത്ത് ആൻ ഓൾറെഡി റേറ്റഡ് പേഴ്സൺ വിത്ത് ആൻ അസൈൻഡ് a position on the scale. അപ്പൊ നമ്മൾ ആളെ വെച്ചിട്ടാണ് കമ്പയർ ചെയ്യുന്നതെങ്കിൽ അതിനെയാണ് എന്ന് പറയുന്നത് നമ്മൾ മാൻ ടു മാൻ റേറ്റിംഗ് സ്കെയിൽ എന്ന് പറയുന്നത്. സോ ദീസ് ആർ ദ ബേസിക് മെത്തേഡ്സ് വിച്ച് വി യൂസ് ഫോർ ദ അസസ്മെന്റ് പ്രോസസ്. ഓക്കെ, നമ്മൾ ഡിസ്കസ് ചെയ്തത് ടൂൾസ് ആൻഡ് ടെക്നിക്സിലെ ഫസ്റ്റ് പോർഷൻ ആണ്. അതിൽ നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്തെന്തൊക്കെയാണ്, ഒബ്സർവേഷൻ മെത്തേഡ്, അതേപോലെ തന്നെ സെൽഫ് റിപ്പോർട്ടിംഗ് മെത്തേഡ്, അനഡോപ്റ്റർ റെക്കോർഡ്സ്, ചെക്ക് ലിസ്റ്റ് ആൻഡ് റേറ്റിംഗ് സ്കെയിൽ. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു.